സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. RJ അഞ്ജലി നിരഞ്ജന ടീമിൻ്റെ പ്രാങ്കോളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ നിങ്ങളും ഞാനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നതാണ്. ഇതിൽ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകെ നിറഞ്ഞിരിക്കുകയാണ്. കാര്യമെന്തെന്ന് നിങ്ങൾക്കറിയാം. ഇവര് ഒരു മെഹന്തി കലാകാരിയെ വിളിച്ച് ഗോപ്യമായൊരിടത്ത് മെഹന്തി ഇടാമോ എന്ന് ചോദിക്കുകയും അവർ അത് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഗോപ്യമായ സ്ഥലത്തിൻ്റെ പേര് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മാന്യതയ്ക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല എന്നും മാത്രം. അപ്പോൾ പിന്നെ അത് സോഷ്യൽ മീഡിയ ആകെ പല വ്ളോഗേഴ്സും ഏറ്റെടുത്ത് ഇവരുടെ നെഞ്ചിന് മീതെ പൊങ്കാല ഇടുകയും അത് പ്രശ്നമാവുകയും അവസാനം RJ അഞ്ജലി എന്നെ ക്ഷമാപണമൊക്കെ നടത്തുകയും ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഹാസ്യമാകാം. ഇപ്പോൾ ഹാസ്യം സ്പോണ്ടേനിയസ് ആയിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഹാസ്യം വരാറുണ്ട്. ഫോഴ്സ്ഡ് ആയിട്ട് FORCED ഫോഴ്സ്ഡ് ഹ്യൂമറും ഉണ്ട്. ഹാസ്യത്തിന് വേണ്ടി ഹാസ്യം സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തേനാണ് ഒരു സ്വാഭാവികത കൂടുതൽ. അപ്പോൾ ഇവിടെ ഹാസ്യം ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ നമ്മുടെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ കളിയാക്കുമ്പോൾ ആ വ്യക്തി കൂടി ആരെയാണോ കളിയാക്കുന്നത് ആ വ്യക്തി ആദ്യം ചിരിക്കുകയാണെങ്കിൽ നിർദോഷമായൊരു കളിയാക്കലാണ്, അല്ലെങ്കിൽ ഹാസ്യമാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ആ വ്യക്തിയോട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തമാശ എന്ന ലേബലിൽ ആ വ്യക്തിയെ നോവിക്കുന്നതിനോട് യോജിക്കാൻ തരമില്ല. നിങ്ങളും ഞാനും ഒക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. തമാശ എന്ന പേരിൽ നമ്മോടുള്ള വൈരാഗ്യം തീർക്കാൻ ചിലരെങ്കിലും ഹാസ്യത്തെ ഉപയോഗിക്കുന്നു. അത് ഒഴിവാക്കുക സുഹൃത്തുക്കളെ. ഈ RJയുടെ വിഷയം മറ്റൊന്നാണ്. പ്രാങ്ക് കോളിൻ്റെ പേരിൽ എന്ത് തെമ്മാടിത്തരുമാകാന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.